കോപ്പറേറ്റീവ് തിയറി ആൻഡ് പ്രാക്ടീസ് എന്ന് പറയുന്ന പേപ്പർ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞതാണ്. കഴിഞ്ഞൊരു ക്ലാസ്സോടുകൂടി നമ്മൾ സിലബസ് പ്രകാരമുള്ള എല്ലാ പോർഷൻസും കവർ ചെയ്തു. അതിൽ 2 ടോപ്പിക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യണം എന്നെനിക്ക് തോന്നി. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആ 2 ടോപ്പിക്കിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് ഫസ്റ്റ് ചാപ്റ്ററിലുള്ള കോപ്പറേറ്റീവ് കോമൺവെൽത്ത്, രണ്ടാമത്തെ സോഷ്യലിസം. ഈ 2 ടോപ്പിക്സുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിലെ കോപ്പറേറ്റീവ് കോമൺവെൽത്ത് ആണ് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന് പറയുന്നത് ഇറ്റ് റെഫേഴ്സ് ടു എ സ്റ്റേറ്റ് ഓഫ് ഇക്കോണമി where the means of production, distribution and exchange are owned by cooperatives. ഇവിടെ നമ്മൾ പറയുന്നത് ഒരു സൊസൈറ്റിയിൽ അവിടെയുള്ള എല്ലാ പ്രൊഡക്ഷനും അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനും എക്സ്ചേഞ്ചും എല്ലാം കോപ്പറേറ്റീവ്സ് തന്നെ ചെയ്യുന്ന ഒരു ഇക്കോണമി, അതിനെയാണ് നമ്മൾ കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന് പറയുന്ന ഒരു ടേം കൊണ്ട് അർത്ഥാക്കുന്നത്. അപ്പോൾ കോപ്പറേറ്റീവ് കോമൺവെൽത്തിൽ അവിടെ കോപ്പറേറ്റീവ് സൊസൈറ്റീസും കോപ്പറേറ്റീവ്സും ആണ്, അവരാണ് പ്രോമിനൻ്റ് ആയിട്ടുള്ള ഇക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതായത് എല്ലാ തരത്തിലുള്ള കൺസ്യൂമബിൾസും സൊസൈറ്റിയിൽ പ്രൊവൈഡ് ചെയ്യുന്ന റിസോഴ്സുകളൊക്കെ എത്തിച്ചു കൊടുക്കുന്ന, നമ്മളുടെ എല്ലാ ക്ലാസ്സിലുള്ള ആളുകളുടെയും റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റീസും കോപ്പറേറ്റീവ്സും ആയിരിക്കണം. അങ്ങനെയുള്ള ഒരു ഇക്കോണമി, ആ ഒരു ഇക്കോണമിനെയാണ് നമ്മൾ കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന് പറയുന്നത്. കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് റോബർട്ട് ഓവൻ, ചാൾസ് ഫെറിയർ, ചാൾസ് ഗിഡ്, ലൂയിസ് ബ്ലാങ്ക്, അങ്ങനെ കുറച്ച് പേര് കൂടിയിട്ടാണ് ഇങ്ങനൊരു കോപ്പറേറ്റീവ് കോമൺവെൽത്തിൻ്റെ ഒരു ഫ്രെയിം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ ചാൾസ് ഗിഡ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയനിൽ പറയുന്നത് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് അത് ഇറ്റ് ഈസ് റിയലൈസ്ഡ് ഇൻ ഡിഫറെൻറ്റ് സ്റ്റേജസ്. പല സ്റ്റേജുകളിൽ കൂടിയാണ് നമുക്ക് ഈ കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന് പറയുന്ന ഒരു ആശയം നമുക്ക് റിയലൈസ് ചെയ്യാനായിട്ട് സാധിക്കുക. മീൻസ് അത് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. ഒരൊറ്റ സ്റ്റെപ്പിൽ കൂടെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം അല്ല കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന് പറയുന്നത്. അതിനെ പല സ്റ്റേജുകളിൽ കൂടെ കടന്നു പോയിട്ടാണ് അത് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാണ് ചാൾസ് ഗിഡിൻ്റെ അഭിപ്രായത്തിൽ പറയുന്നത്. അതിൽ 3 സ്റ്റേജുകളാണ് മെയിനായിട്ട് പറയുന്നത്. ഫസ്റ്റ് സ്റ്റേജിൽ അറ്റ് ദ ഫസ്റ്റ് സ്റ്റേജ് എ നമ്പർ ഓഫ് പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഹാവ് ടു ബി എസ്റ്റാബ്ലിഷ്ഡ് അറ്റ് എവറി ന്യൂക്ക് ആൻഡ് കോർണർ ഓഫ് ദ കൺട്രി. ആദ്യത്തെ സ്റ്റേജിൽ പറയുന്നത് ഒരുപാട് പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് നമ്മളുടെ രാജ്യത്തിൻ്റെ എല്ലാ ഇടങ്ങളിലും മുക്കിലും മൂലയിലും ഒക്കെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആദ്യം തന്നെ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യണം. അതാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ ആവശ്യപ്പെടുന്നത്. രണ്ടാമത്തെ, ഈ എല്ലായിടത്തും നമ്മുടെ രാജ്യത്തിൻ്റെ പല സ്ഥലങ്ങളിലും കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജിൽ സെക്കൻഡ് സ്റ്റേജിൽ പറയുന്നത് ഇൻ ദ സെക്കൻഡ് സ്റ്റേജ് ദ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഹാവ് ടു മൊബിലൈസ് ആസ് മെനി റിസോഴ്സസ് ആസ് പോസിബിൾ ടു ക്രിയേറ്റ് ലാർജ് സൈസ്ഡ് ഹോൾസെയിൽ സൊസൈറ്റീസ്. ഇനി നമ്മൾ ഓരോ സ്ഥലങ്ങളിലും രാജ്യത്തിൻ്റെ പല സ്ഥലങ്ങളിലും നമ്മൾ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എസ്റ്റാബ്ലിഷ് ചെയ്തു കഴിഞ്ഞു. സെക്കൻഡ് സ്റ്റേജിൽ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അതായത് മാക്സിമം റിസോഴ്സസ് അവരെന്ത് ചെയ്യണം, മൊബിലൈസ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്? ലാർജ് സൈസ്ഡ് ഹോൾസെയിൽ സൊസൈറ്റീസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് മാക്സിമം റിസോഴ്സസ് അവരെന്ത് ചെയ്യണം, മൊബിലൈസ് ചെയ്യണം. അതാണ് സെക്കൻഡ് സ്റ്റേജിൽ ചെയ്യേണ്ടത്. ഇനി അടുത്ത സ്റ്റേജിൽ തേർഡ് സ്റ്റേജിൽ അത് തേർഡ് സ്റ്റേജ് ദ സ്ട്രോങ് ഹോൾസെയിൽ സൊസൈറ്റീസ്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പല റിസോഴ്സസുകളും മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന അത്രയും റിസോഴ്സസ് നമ്മൾ മൊബിലൈസ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ക്രിയേറ്റ് ലാർജ് സൈസ്ഡ് ഹോൾസെയിൽ സൊസൈറ്റീസ്. അപ്പോൾ ലാർജ് സൈസ്ഡ് ഹോൾസെയിൽ സൊസൈറ്റീസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഈ സ്ട്രോങ് ഹോൾസെയിൽ സൊസൈറ്റീസ് വുഡ് അക്വയർ farms and factories to produce all items themselves and thus would finally usher in the cooperative commonwealth. ഇനി പറയുന്നത് മൂന്നാമത്തെ സ്റ്റേജിൽ പറയുന്നത് ഈ സ്ട്രോങ് ഹോൾസെയിൽ സൊസൈറ്റീസ്
ഫാമുകളും അതുപോലെ തന്നെ ഫാക്ടറീസും അക്വയർ ചെയ്യണം. അവർ സ്വന്തമായിട്ട് അവർക്കുണ്ടായിരിക്കണം. അവിടെയാണ് അവർ എന്ത് ചെയ്യുന്നത്, എല്ലാ പ്രൊഡക്ഷനും അവർ തന്നെ ചെയ്യാം. ഈ കോപ്പറേറ്റീവ്സ് എല്ലാ പ്രൊഡക്ഷനും ഫാമുകളും ഫാക്ടറീസും അക്വയർ ചെയ്തുകൊണ്ട് പ്രൊഡക്ഷനൊക്കെ അവർ സ്വയം ചെയ്യാം. എന്നിട്ട് നമ്മളുടെ കമ്മ്യൂണിറ്റിയുടെ റിക്വയർമെൻറ്റ്സിനെ മീറ്റ് ചെയ്യാം. അതാണ് ഈ ഒരു കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന് പറയുന്ന ഒരു ആശയമായിട്ട് പറയുന്നത്. അപ്പോൾ 3 സ്റ്റേജുകളാണ് ഇതിൽ നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് സ്റ്റേജിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും എല്ലായിടത്തും മാക്സിമം ഈ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്ന് പറഞ്ഞു. സെക്കൻഡ് സ്റ്റേജിൽ പറയുന്നത് ഈ നമുക്ക് മാക്സിമം ഈ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ത് ചെയ്യണം, മാക്സിമം റിസോഴ്സസ് മൊബിലൈസ് ചെയ്യുക ഫോർ എന്തിനു വേണ്ടിയിട്ടാണ്, ടു ക്രിയേറ്റ് ലാർജ് സൈസ്ഡ് ഹോൾസെയിൽ സൊസൈറ്റീസ്. രണ്ടാമത്തെ സ്റ്റേജിൽ. ഇനി മൂന്നാമത്തെ സ്റ്റേജിലെ ഈ ലാർജ് സൈസ്ഡ് ഹോൾസെയിൽ സൊസൈറ്റീസ് ഷുഡ് അക്വയർ ഫാംസ് ആൻഡ് ഫാക്ടറീസ് ടു പ്രൊഡ്യൂസ് ഓൾ ഐറ്റംസ് ബൈ ദംസെൽസ്. അതായത് അവർക്ക് തന്നെ അവരെന്ത് ചെയ്യണം, ഈ ലാർജ് സൈസ്ഡ് ഹോൾസെയിൽ സൊസൈറ്റീസ് ഫാംസും ഫാക്ടറീസും അവർ അക്വയർ ചെയ്ത് അവിടെ പ്രൊഡക്ഷൻ നടത്തണം. എന്നിട്ട് നമ്മളുടെ കമ്മ്യൂണിറ്റിയുടെ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ എല്ലാ റിക്വയർമെൻറ്റ്സിനും മീറ്റ് ചെയ്യണം. അതാണ് നമ്മൾ കോപ്പറേറ്റീവ് കോമൺവെൽത്തിൻ്റെ കേസിൽ പറഞ്ഞത്. ഇനി ഈ ഒരു കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന് പറയുന്ന ഒരു ഐഡിയ അത് തിയററ്റിക്കലി സൗണ്ടാണ്, തിയററ്റിക്കലി ഓക്കെ ആണ്. പക്ഷേ അത് നമുക്ക് തിയററ്റിക്കലി പോസിബിൾ ആയിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്ന് ഇല്ല. അപ്പോൾ ഇറ്റ് ഈസ് ഫാർ ഫ്രം ദ റിയലൈസേഷൻ വിതിൻ എ സ്റ്റിപ്പുലേറ്റഡ് പീരീഡ് ഓഫ് ടൈം. നമുക്ക് വിചാരിക്കുന്ന പോലെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല. ഈ ഒരു ഐഡിയോളജി, അതായത് കോപ്പറേറ്റീവ് കോമൺവെൽത്തിൻ്റെ ഈ ഒരു ഐഡിയോളജി എന്ന് പറയുന്നത്, അതിൻ്റെ സപ്പോർട്ടേഴ്സ്, ഈ ഒരു ഐഡിയോളജിയുടെ സപ്പോർട്ടേഴ്സ് അവർ അസ്യൂം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ പോപ്പുലേഷൻ ഇൻ ദാറ്റ് ഓൾ സെക്ഷൻസ് ഓഫ് ദ പോപ്പുലേഷൻ ഇൻ എ കൺട്രി, ഒരു രാജ്യത്തിലെ എല്ലാ പോപ്പുലേഷനും എല്ലാവരും ഈ കോപ്പറേറ്റീവ് ഫീൽഡിലേക്ക് എൻറ്റർ ചെയ്യാൻ വില്ലിങ് ആയിരിക്കും എന്നുള്ളതാണ് ഈ ഒരു ഐഡിയോളജിയുടെ സപ്പോർട്ടേഴ്സ് അസ്യൂം ചെയ്യുന്നത്. പക്ഷെ പ്രാക്ടിക്കലി അങ്ങനെ ആയിരിക്കില്ല. എല്ലാവർക്കും ഈ കോപ്പറേഷൻ എന്ന് പറയുന്ന ഒരു ഐഡിയോളജിയിൽ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകളായിക്കൊള്ളണമെന്നില്ല. സോ അതുകൊണ്ടാണ് അത് തിയററ്റിക്കലി മാത്രമാണ് പോസിബിൾ ആവുള്ളൂ, പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ് എന്ന് പറയാനുള്ള ഒരു റീസൺ. ബിക്കോസ് ഒരു ഇക്കോണമിയിൽ എല്ലാവരും ഒരേ ഇൻട്രസ്റ്റ് ഉള്ള ആളുകളായിരിക്കില്ല. ഒരു ഇക്കോണമി എന്ന് പറയുന്നത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഡൈവേഴ്സ് ഇൻട്രസ്റ്റ്. അപ്പോൾ ഡൈവേഴ്സിഫൈഡ് ഇൻട്രസ്റ്റ് ഉള്ള ആളുകളാണ് ഒരു ഇക്കോണമിയിൽ ഉണ്ടായിരിക്കുക. സോ എല്ലാവരുടെയും ഒരു കോപ്പറേറ്റീവ് സെക്ടർ എന്ന് പറയുന്ന ഒരു ബാനറിൻ്റെ കീഴിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ്. അപ്പോൾ കോപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മൾ ആദ്യമേ പഠിച്ചിട്ടുണ്ടായിരുന്നു, ക്യാപിറ്റലിസത്തിൻ്റെയും സോഷ്യലിസത്തിൻ്റെയും ഒരു ബാലൻസിങ് ഫാക്ടറാണ്. എന്നാൽ പോലും അത് നമുക്ക് പല റീസൺസ് കൊണ്ടും പല കാരണങ്ങൾ കൊണ്ടും നമുക്കത് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് സാധിക്കാറില്ല. അപ്പോൾ എന്തൊക്കെ റീസൺ കൊണ്ടാണ് ഈ കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന് പറയുന്ന ഒരു ഐഡിയോളജി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത്, ഹെവി ആൻഡ് ജൈജാൻറ്റിക് ഇൻഡസ്ട്രീസ് റിക്വയറിംഗ് ഹ്യൂജ് ക്യാപിറ്റൽ കനോട്ട് ബി സ്റ്റാർട്ടഡ് ഇൻ ദ കോപ്പറേറ്റീവ് സെക്ടർ. അതായത് വലിയ ഇൻഡസ്ട്രി വലുതാവും തോറും ക്യാപിറ്റലും കൂടുതലായിട്ട് ആവശ്യമായിട്ട് വരും. അപ്പോൾ അതൊന്നും നമുക്ക് കോപ്പറേറ്റീവ് സെക്ടറിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം കോപ്പറേറ്റീവ്സ് എന്ന് പറയുന്നത് ഓൾറെഡി ഫിനാൻഷ്യലി വീക്കായിട്ട് നിൽക്കുന്ന ആളുകളുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. സോ അവരുടെ കയ്യിൽ ഓൾറെഡി അത്ര ഒരു ഫിനാൻഷ്യലി ഹയർ ആയിരിക്കില്ല എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെയുള്ള ആളുകൾ ഒന്നിച്ച് ചേർന്ന് ഒരു വലിയൊരു ക്യാപിറ്റൽ ആവശ്യമുള്ള ഇൻഡസ്ട്രീസൊക്കെ സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. അതാണ് ഫസ്റ്റ് റീസൺ. സെക്കൻഡ് റീസൺ നമ്മൾ പറയുന്നത്, ഇപ്പോൾ പല പ്രൈവറ്റ് സെക്ടറിൽ ഇപ്പോഴും ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പല വലിയ ഇൻഡസ്ട്രീസും അത് ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം കോപ്പറേറ്റീവ്സിന് അത് പർച്ചേസ് ചെയ്യാൻ മാത്രം ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ഇല്ല. കാരണം കോപ്പറേറ്റീവ്സ് എന്ന് പറയുന്നത് ഫിനാൻഷ്യലി ബാക്ക്വേർഡായിട്ട് നിൽക്കുന്ന ആളുകളുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ഒരു അസോസിയേഷനാണ്. അപ്പോൾ അവർക്ക് എന്തായാലും ഓൾറെഡി പ്രൈവറ്റ് സെക്ടറിലുള്ള വലിയ ഇൻഡസ്ട്രീസിനെ ഒന്നും ലിക്വിഡേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. മൂന്നാമത്തെ റീസൺ, ഫോറിൻ ട്രേഡ് ഓൺ കോപ്പറേറ്റീവ് ബേസിസ് കനോട്ട് ബി ഓർഗനൈസ്ഡ് സക്സസ്ഫുള്ളി.
ഫോറിൻ ട്രേഡ്, കോപ്പറേറ്റീവിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഫോറിൻ ട്രേഡ് സക്സസ്ഫുള്ളായിട്ട് നമുക്ക് ഓർഗനൈസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് ദ പബ്ലിക് സെക്ടർ കനോട്ട് ബി കംപ്ലീറ്റ്ലി എലിമിനേറ്റഡ് ഫ്രം ദ ഇക്കോണമി. നമ്മളുടെ ഇക്കോണമിയിൽ നിന്നും ഒരിക്കലും നമുക്ക് പബ്ലിക് സെക്ടറിനെ കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം ചില ഫീൽഡിൽ അവിടെ പബ്ലിക് സെക്ടർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഫോർ എക്സാമ്പിൾ ഡിഫൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ചില റിസോഴ്സസ് സ്റ്റേറ്റിന് മാത്രം മാനേജ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ഇൻട്രസ്റ്റിന് വേണ്ടിയും അതുപോലെ നമ്മളുടെ രാജ്യത്തിലെ ആളുകളുടെ വെൽബീയിങ്ങിനും വേണ്ടി അത് സ്റ്റേറ്റിന് മാത്രം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ചില റിസോഴ്സസ് ഉണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞ പോലത്തെ ഡിഫൻസ് ഇൻഡസ്ട്രി പോലുള്ളത്. സോ പബ്ലിക് സെക്ടറിനെ നമുക്ക് ഒരിക്കലും കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. നെക്സ്റ്റ് റീസൺ ആയിട്ട് പറയുന്നത് ഓൾറെഡി നമ്മളുടെ ഗവൺമെൻറ് തന്നെ നമ്മളുടെ ആളുകളിനെ, അതായത് അവരുടെ സിറ്റിസൻസിനെ വീക്കായിട്ടും അതുപോലെ തന്നെ ഇഗ്നറൻ്റ് ആയിട്ടുമുള്ള ആളുകളിനെ എക്സ്പ്ലോയിറ്റേഷനിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള മെഷേഴ്സ് ഓൾറെഡി ഗവൺമെൻറ് തന്നെ എടുക്കുന്നുണ്ട്. സോ അവിടെ ഒരു കോപ്പറേറ്റീവ് സെക്ടർ പിന്നെ അവിടെ ഒരു ആവശ്യമായിട്ട് വരുന്നില്ല. ദെൻ നെക്സ്റ്റ് വൺ നമ്മൾ പറയുന്നത് ചില പബ്ലിക് യൂട്ടിലിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈബ്രറി, പാർക്ക്, ഹോസ്പിറ്റൽ, സ്കൂൾസ് അങ്ങനെയുള്ള പബ്ലിക് യൂട്ടിലിറ്റീസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യങ്ങളിൽ, കാരണം ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും, ഒരു സൊസൈറ്റിയിലുള്ള എല്ലാവർക്കും ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അവിടെ ഓൾറെഡി പബ്ലിക് സെക്ടർ നമ്മളുടെ ഇക്കോണമിയിൽ ഈ കാര്യങ്ങളൊക്കെ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അവിടെ നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു കോപ്പറേറ്റീവ് സെക്ടറിനെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് നമുക്ക് കുറച്ച് റിസോഴ്സസേ ഉള്ളൂ അല്ലേ, നമുക്ക് റെയർ റിസോഴ്സസ് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ അത് വെച്ചിട്ട് ഈ മോഡേൺ സോഫിസ്റ്റിക്കേറ്റഡ് പ്രൊഡക്ഷൻ ഒന്നും കോപ്പറേറ്റീവ് സെക്ടറിൽ പോസിബിൾ ആയിരിക്കില്ല. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് ഇപ്പോൾ എഫിഷ്യൻസിയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻ സർട്ടൻ ഫീൽഡ്സ് ഓഫ് പ്രൊഡക്ഷൻ ദ പ്രൈവറ്റ് സെക്ടർ ഹാസ് ടു ബി ഡോമിനൻറ്റ്. ഇപ്പോൾ എഫിഷ്യൻസി വെച്ച് നോക്കുകയാണെങ്കിൽ, എഫിഷ്യൻസി വൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ പല ഫീൽഡിലും പ്രൈവറ്റ് സെക്ടർ തന്നെയാണ് ഇപ്പോഴും ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത്. അതും ഒരു റീസൺ തന്നെയാണ്. അത്രത്തോളം എഫിഷ്യൻസി കോപ്പറേറ്റീവ് സെക്ടറിന് കിട്ടിക്കൊള്ളണമെന്നില്ല. ദെൻ നെക്സ്റ്റ് പറയുന്നത് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് ഗോൾസ് നമുക്ക് അറ്റൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഒരുപാട് കൺസ്ട്രക്റ്റീവ് ഐഡിയാസൊക്കെ ഉള്ള അത്രയും സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ചെയ്യുന്ന ലീഡേഴ്സിന് നമുക്ക് ആവശ്യമുണ്ട്. കോപ്പറേറ്റീവ് കോമൺവെൽത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ളൊരു ലീഡേഴ്സിനെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. ദെൻ ലാസ്റ്റ് റീസൺ ആയിട്ട് പറയുന്നത് ഈ കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന് പറയുന്ന ഒരു ഐഡിയോളജി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മളുടെ സൊസൈറ്റിയിലുള്ള ആളുകളുടെ ഭാഗത്തു നിന്ന് അവരുടെ ബിഹേവിയറിലും അവരുടെ തിങ്കിങ് പാറ്റേണിലും ഒരു റെവല്യൂഷണറി ചേഞ്ച് തന്നെ വരേണ്ടി വരും. അവരുടെ ഇപ്പോഴുള്ള ഒരു തിങ്കിങ്, അതായത് ഇപ്പോൾ എല്ലാവരും സെൽഫായിട്ട് അവരവർക്ക് വേണ്ടി ജീവിക്കുന്ന ആ ഒരു പാറ്റേണിൽ നിന്നും മാറി എല്ലാവരും കോ എക്സിസ്റ്റൻസ്, മറ്റുള്ളവരിനെയും കൂടെ കൺസിഡർ ചെയ്യുന്ന തരത്തിൽ ചിന്തിക്കേണ്ട ഒരു ഡീവിയേറ്റ് ചെയ്യണം. ഇപ്പോഴുള്ള ഒരു തിങ്കിങ്ങിൽ നിന്നും ഡീവിയേറ്റ് ചെയ്ത് അവർക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നതിൽ നിന്നും മാറി സൊസൈറ്റിയിലുള്ള മറ്റുള്ളവരെയും കൂടെ സഹായിക്കണം എന്നുള്ള ഒരു മെൻ്റൽ സ്റ്റാറ്റസിലേക്ക് എത്തണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കോപ്പറേറ്റീവ് സെക്ടർ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന് പറയുന്ന ഒരു ഐഡിയോളജി നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ അത് അത്ര പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല എല്ലാവരുടെയും തിങ്കിങ് പാറ്റേൺ ചേഞ്ച് ചെയ്യുക എന്നൊക്കെ പറയുന്നത്. സോ ഇത്രയും റീസൺ കൊണ്ടാണ് ഈ കോപ്പറേറ്റീവ് കോമൺവെൽത്ത് നമുക്ക് സക്സസ്ഫുള്ളി എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് സാധിക്കാത്തത്. അത് തിയറിറ്റിക്കലി പോസിബിളാണ്, നല്ല നല്ല കാര്യങ്ങളാണ് അതിൽ ഉദ്ദേശിക്കുന്നതും അത് എയിം ചെയ്യുന്നതും ഒക്കെ നല്ല നല്ല കാര്യങ്ങളാണ്. പക്ഷേ ഇൻ റിയാലിറ്റി ഇറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കൽ. ലോകത്തിലെ ഒരു രാജ്യത്തും ഒരു കോപ്പറേറ്റീവ് ഇക്കോണമി, അതായത് എല്ലാ ഇക്കണോമിക് ആക്ടിവിറ്റീസും കോപ്പറേറ്റീവ്സ് മാത്രം ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഇക്കോണമി കാണാനായിട്ട് സാധിക്കില്ല. അതാണ് കോപ്പറേറ്റീവ് കോമൺവെൽത്തിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉള്ളത്. അപ്പോൾ പല റീസൺ കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന് പറയുന്നത് ഒരു സൊസൈറ്റിയുടെ എല്ലാ കാര്യങ്ങളും, അതായത് പ്രൊഡക്ഷൻ ആണെങ്കിലും ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലും എക്സ്ചേഞ്ചുകളാണെങ്കിലും എല്ലാം കോപ്പറേറ്റീവ്സ് നടത്തുക എന്നുള്ളൊരു ഐഡിയോളജിയാണ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന് പറയുന്നത്. അത് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ്, തിയറിറ്റിക്കലി ഓക്കെ ആണ്. അതുപോലെ തന്നെ അതിൻ്റെ
ഈ ഫ്രെയിം വർക്ക് കോപ്പറേറ്റീവ് കോമൺവെൽത്തിൻ്റെ ഫ്രെയിം വർക്ക് ഉണ്ടാക്കിയതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് ചാൾസ് ഗിറ്റ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ 3 സ്റ്റേജിൽ കൂടിയാണ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റ് സ്റ്റേജിൽ നമ്മളുടെ രാജ്യത്തിൻ്റെ മുക്കിലും മൂലയിലും ഈ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യണം. സെക്കൻഡ് സ്റ്റേജിൽ ഈ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം റിസോഴ്സസ് മൊബിലൈസ് ചെയ്യാം ടു ക്രിയേറ്റ് ലാർജ് സൈസ്ഡ് ഹോൾസെയിൽ സൊസൈറ്റീസ്. തേർഡ് സ്റ്റേജിൽ പറയുന്നത് ഈ ലാർജ് സൈസ്ഡ് ഹോൾസെയിൽ സൊസൈറ്റീസ് അവരെന്ത് ചെയ്യണം, അവർ ഫാംസും ഫാക്ടറീസും ഒക്കെ അക്വയർ ചെയ്ത് അവിടെ അവർ പ്രൊഡക്ഷൻ ചെയ്യണം. ദേ ഹാവ് ടു അക്വയർ ഫാംസ് ആൻഡ് ഫാക്ടറീസ് ടു ഡൺ ദ പ്രൊഡക്ഷൻ ചെയ്ത് ബൈ ദംസെൽസ്. എന്നിട്ട് വേണം അവർക്ക് സൊസൈറ്റിയുടെ റിക്വയർമെൻറ്റ്സിനെ മീറ്റ് ചെയ്യാനായിട്ട്. സോ ഇത് പല കാരണങ്ങൾ കൊണ്ടും അത് സക്സസ്ഫുള്ളായിട്ട് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് പറഞ്ഞു. അതിൽ ഫസ്റ്റ് റീസൺ ആയിട്ട് പറയുന്നത് വലിയ വലിയ ഇൻഡസ്ട്രീസ് ആവുമ്പോൾ അതിന് ഹ്യൂജ് ക്യാപിറ്റൽ ആവശ്യമാണ്. പക്ഷേ അതൊന്നും ഒരിക്കലും ഒരു കോപ്പറേറ്റീവ് സെക്ടറിനെ ഏറ്റെടുക്കാൻ പറ്റില്ല. കാരണം കോപ്പറേറ്റീവ്സ് എന്ന് പറയുന്നത് ഓൾറെഡി ഫിനാൻഷ്യലി ബാക്ക്വേർഡായിട്ട് നിൽക്കുന്ന ആളുകളുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. സെക്കൻഡ് വൺ നമ്മൾ പറഞ്ഞു പ്രൈവറ്റ് സെക്ടറിലുള്ള ബിഗ് ഇൻഡസ്ട്രീസ് ഒന്നും ലിക്വിഡേറ്റ് ചെയ്ത് കോപ്പറേറ്റീവ് സെക്ടറിന് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ദെൻ ഫോറിൻ ട്രേഡ് കോപ്പറേറ്റീവ് ബേസിസിൽ ഓർഗനൈസ് ചെയ്യാൻ എളുപ്പമല്ല. ദെൻ ഫോർത്ത് വൺ ആയിട്ട് നമ്മൾ പറഞ്ഞത് ഇക്കോണമിയിൽ നിന്ന് പബ്ലിക് സെക്ടറിനെ നമുക്ക് കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഡിഫൻസ് ഇൻഡസ്ട്രി ഒക്കെ പോലെയുള്ള സ്ഥലങ്ങളാണെങ്കിൽ അത് രാജ്യത്തിലെ ആളുകളുടെ നന്മയ്ക്കും വേണ്ടി സ്റ്റേറ്റ് തന്നെ ഓൺ ചെയ്യുന്നതാണ്. ദെൻ ഗവൺമെൻറ് ഓൾറെഡി അവരുടെ സിറ്റിസൺസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള മെഷേഴ്സ് എടുത്തിട്ടുണ്ട്. സോ അവിടെ അഡീഷണൽ ആയിട്ട് കോപ്പറേറ്റീവ് സെക്ടറിൻ്റെ ആവശ്യമില്ല. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് പബ്ലിക് യൂട്ടിലിറ്റീസ്, ലൈബ്രറി, പാർക്ക്, ഹോസ്പിറ്റൽ, സ്കൂൾസ്, ഇതൊക്കെ ഓൾറെഡി പബ്ലിക് സെക്ടർ ഇക്കോണമിയിൽ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ വളരെ കുറച്ച് റിസോഴ്സസ് മാത്രമേ ഉള്ളൂ. അത് വെച്ചിട്ട് മോഡേൺ സോഫിസ്റ്റിക്കേറ്റഡ് പ്രൊഡക്ഷൻ കോപ്പറേറ്റീവ് സെക്ടറിൽ പോസിബിൾ അല്ല. ദെൻ എഫിഷ്യൻസിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ പ്രൈവറ്റ് സെക്ടർ തന്നെയാണ് എഫിഷ്യൻസിയുടെ കാര്യത്തിൽ ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത്. കോപ്പറേറ്റീവ് കോമൺവെൽത്ത് നമുക്ക് സക്സസ്ഫുള്ളി എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ കൺസ്ട്രക്റ്റീവ് ഐഡിയാസ് ഉള്ള ലീഡേഴ്സിനെ നമുക്ക് ആവശ്യമാണ്. പക്ഷേ അത്രയും നല്ല ലീഡേഴ്സ് അവൈലബിൾ അല്ല. ലാസ്റ്റ് വൺ പറയുന്നത് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് നമുക്ക് പോസിബിൾ ആവണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ള ആളുകളുടെ ഒരു തിങ്കിങ് പാറ്റേണിൽ നിന്നും അവരുടെ ബിഹേവിയറിൽ നിന്നൊക്കെ ഒരു റെവല്യൂഷണറി ചേഞ്ച് വന്ന് ഇപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത് അവരവർക്ക് വേണ്ടി ജീവിക്കണം എന്നുള്ളതാണ്. അതിൽ നിന്നും മാറി സൊസൈറ്റിക്ക് വേണ്ടി ജീവിക്കണം എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് അവരുടെ തിങ്കിങ് പാറ്റേണിനെ മാറ്റിയെടുക്കേണ്ടത് അത്യാവശ്യമാണ്. സോ ഇത്രയും കാരണങ്ങൾ കൊണ്ടാണ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് സാധിക്കാത്തത്. ദെൻ അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സോഷ്യലിസത്തിനെ പറ്റിയിട്ടാണ്. സോഷ്യലിസം സെക്കൻഡ് ചാപ്റ്ററിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് സോഷ്യലിസം എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി ചെറുതായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു സോഷ്യലിസം എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് നമ്മളത് ഡീറ്റെയിൽഡായിട്ട് അതിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽഡായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ സോഷ്യലിസം എന്ന് പറയുന്നത് ക്യാപിറ്റലിസം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് സഫറിങ്സ് ഉണ്ടായിരുന്നു. അതായത് കുട്ടികൾക്കാണെങ്കിലും വുമൺ ആണെങ്കിലും സിക്കായിട്ടുള്ള ആളുകളൊക്കെ ഒരുപാട് സഫർ ചെയ്യുന്നുണ്ടായിരുന്നു ഈ ഒരു ക്യാപിറ്റലിസം എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിൽ. അപ്പോൾ ഒരുപാട് ഈ സഫറിങ്സിൻ്റെ ഭാഗമായിട്ട് അവർക്ക് അതിൽ നിന്നും ഒരു ഓൾട്ടർനേറ്റീവ് വേ വേണം എന്ന് തോന്നി. അങ്ങനെ ആളുകൾ മാറി ചിന്തിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഈ സോഷ്യലിസം എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് സിക്കായിട്ടുള്ള അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആളുകളോടൊക്കെ ഇൻഹ്യൂമൻ നേച്ചർ ആയിരുന്നു. സോ അതിൽ നിന്ന് മാറി ഒരു ഓൾട്ടർനേറ്റീവ് വേയിലേക്ക് ചിന്തിച്ചപ്പോഴാണ് ഈ സോഷ്യലിസം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ സോഷ്യലിസം എന്ന് പറയുന്നത് ഈ ക്യാപിറ്റലിസത്തിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ്. സോഷ്യലിസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോഷ്യലിസം ഈസ് എ തിയറി ദാറ്റ് ഹോൾഡ്സ് എ സ്റ്റേറ്റ് ഷുഡ് ഓൺ, ഓപ്പറേറ്റ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് all the productive resources of community and restrict private ownership to articles of consumption only. അതായത് ഒരു സോഷ്യലിസം എന്ന് പറയുന്നത്
എല്ലാം സ്വന്തമാക്കുന്നതും ഓണർഷിപ്പും ഓപ്പറേറ്റ് ചെയ്യുന്നതും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും ഒരു കമ്മ്യൂണിറ്റിയിലെ എല്ലാ റിസോഴ്സസും അത് സ്റ്റേറ്റ് തന്നെ ആയിരിക്കണം എന്ന് പറയുന്ന ഒരു ആശയം കൊണ്ടുവരുന്നതാണ് സോഷ്യലിസം എന്ന് പറയുന്നത്. അപ്പോൾ സോഷ്യലിസത്തിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഫീച്ചേഴ്സ് ഓഫ് സോഷ്യലിസം, അതിൽ ഫസ്റ്റ് വൺ നമുക്ക് പറയാൻ പറ്റുക സ്റ്റേറ്റ് ഓണർഷിപ്പാണ്. സ്റ്റേറ്റ് ഓണർഷിപ്പിൽ എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും സ്റ്റേറ്റ് ആണ് ഓൺ ചെയ്യുന്നത്. സ്റ്റേറ്റിൻ്റെ ഓണർഷിപ്പിലാണ് എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും ഉണ്ടാവുക. ഗവൺമെൻറ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ലാൻഡും ഫാക്ടറീസും ഒക്കെ ഓൺ ചെയ്യും. അവരുടെ സ്വന്തമാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. അവിടെ പ്രൈവറ്റ് സെക്ടറിന് യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല. എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും ഓൺ ചെയ്യുന്നത്, അതിൻ്റെയൊക്കെ ഓണർഷിപ്പ് എന്ന് പറയുന്നത് സ്റ്റേറ്റിനാണ്. അപ്പോൾ ഫസ്റ്റ് ഫീച്ചറായിട്ട് നമുക്ക് പറയാൻ പറ്റുക സ്റ്റേറ്റ് ഓണർഷിപ്പാണ്. ദെൻ സെക്കൻഡ് വൺ പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ബൈ ദ സ്റ്റേറ്റ് ആണ്. പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ബൈ ദ സ്റ്റേറ്റിൽ സ്റ്റേറ്റ് ആണ് എല്ലാ സാധനങ്ങളും, ഇപ്പോൾ എല്ലാ ഗുഡ്സും അല്ലെങ്കിൽ സർവീസുകളും ഒക്കെ എല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നത് സ്റ്റേറ്റ് ആണ്. ഗവൺമെൻറ്റിൻ്റെ ഫാക്ടറീസിലും അവരുടെ ഫാമുകളിലുമാണ് എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ ഒക്കെ പ്രൊഡക്ഷൻ നടക്കുന്നത്. മാത്രമല്ല അവർ ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, എല്ലാ സാധനങ്ങളും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും ഈ സ്റ്റേറ്റ് തന്നെയാണ്. സോ പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ബൈ സ്റ്റേറ്റ് എന്നുള്ളതാണ് സെക്കൻഡ് ഫീച്ചർ. എല്ലാ കാര്യങ്ങളും പ്രൊഡ്യൂസ് ചെയ്യുന്നതും അത് ആളുകളിലേക്ക് എത്തിക്കുന്നതും സ്റ്റേറ്റ് തന്നെയാണ്. ദെൻ തേർഡ് വൺ പറയുകയാണെങ്കിൽ സെൻട്രൽ പ്ലാനിങ് ആൻഡ് കൺട്രോൾ ആണ്. സെൻട്രൽ പ്ലാനിങ് ആൻഡ് കൺട്രോളിൽ നമുക്ക് പറയാൻ പറ്റുന്നത്, നമ്മൾ സോഷ്യലിസത്തിൽ ഒരു പ്ലാനിങ് അതോറിറ്റി ഉണ്ടായിരിക്കും. ഈ അതോറിറ്റി ആണ്, ദിസ് അതോറിറ്റി വിൽ ഡിസൈഡ് വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ് ആൻഡ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം, അതുപോലെ തന്നെ എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം, എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, ആർക്ക് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യണം, ഇതെല്ലാം ചിന്തിക്കുന്നത്, എല്ലാം പ്രവർത്തിക്കുന്നതും ചിന്തിക്കുന്നതും എല്ലാം പ്ലാൻ ചെയ്യുന്നതും ഈ ഒരു അതോറിറ്റി ആയിരിക്കും. പിന്നീട് ഈ പ്ലാനിങ് അതോറിറ്റി ഒരു നാഷണൽ പ്ലാൻ പ്രിപ്പയർ ചെയ്യും. ഇക്കോണമിയുടെ റിസോഴ്സസ് ഒക്കെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളതിനെ പറ്റി ഒരു പ്ലാൻ പ്രിപ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത് പ്ലാനിങ് അതോറിറ്റി. പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ വിൽ ബി ഡൺ അക്കോർഡിംഗ്ലി. അതിനനുസരിച്ചിട്ടാണ്, ആ പ്ലാനിന് അനുസരിച്ചിട്ടാണ് പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും ഒക്കെ പ്ലാൻ ചെയ്യുന്നത്. അവിടെ പ്രൈസ് മെക്കാനിസത്തിനെ സപ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അതിന് യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല. സോ മൂന്നാമത്തെ ഫീച്ചറായിട്ട് നമ്മൾ പറയുന്നത് സെൻട്രൽ പ്ലാനിങ് ആൻഡ് കൺട്രോൾ. എല്ലാം ഒരു നാഷണൽ പ്ലാൻ പ്രകാരമാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. സോഷ്യലിസത്തിൽ ഒരു പ്ലാനിങ് അതോറിറ്റി ഉണ്ടായിരിക്കും. ആ അതോറിറ്റിയാണ് എല്ലാ കാര്യങ്ങളും എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം, ആർക്ക് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യണം, ഇതൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് ആ സെൻട്രൽ പ്ലാനിങ് അതോറിറ്റിയാണ്. ഈ അതോറിറ്റി നാഷണൽ പ്ലാൻ പ്രിപ്പയർ ചെയ്ത് അതിനനുസരിച്ചിട്ടാണ് എങ്ങനെയാണ് ഒരു ഇക്കോണമിയിലത്തെ റിസോഴ്സസ് ഒക്കെ യൂട്ടിലൈസ് ചെയ്യേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് മാത്രമേ പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും ഒക്കെ ചെയ്യുള്ളൂ. ദെൻ ഫോർത്ത് ഫീച്ചറായിട്ട് നമുക്ക് പറയാൻ പറ്റുക കൺട്രോൾഡ് പ്രൊഡക്ഷൻ ആൻഡ് കൺസംഷനാണ്. അപ്പോൾ എസെൻഷ്യൽ കമോഡിറ്റീസിൻ്റെ പ്രൊഡക്ഷൻ ആദ്യം ചെയ്യും. പ്രൊഡക്ഷൻ ഓഫ് എസെൻഷ്യൽ കമോഡിറ്റീസ് വിൽ ബി ഡൺ ഫസ്റ്റ്. പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അതൊരിക്കലും ഒരു പ്രോഫിറ്റിന് വേണ്ടിയിട്ടല്ല പ്രൊഡക്ഷൻ ചെയ്യുന്നത്, അത് സോഷ്യൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ്, സൊസൈറ്റിയുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് പ്രൊഡക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത്. സപ്പോസ് അവിടെ എന്തെങ്കിലും പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ പോലും അതും പോകുന്നത് സ്റ്റേറ്റിന് തന്നെയാണ്. കാരണം സ്റ്റേറ്റിനാണ് ഓണർഷിപ്പ്, സ്റ്റേറ്റാണ് എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത്. മാത്രമല്ല ഒരു മാസ്സായിട്ടുള്ള കൺസംഷൻ അവിടെ അലോ ചെയ്യുന്നില്ല സോഷ്യലിസത്തിൽ. കാരണം എല്ലാവർക്കും എല്ലാം കിട്ടണം. സോ ഒരു മാസ് കൺസംഷൻ അവിടെ പോസിബിൾ അല്ല. അവരവർക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് മാത്രമേ അവിടെ കൺസംഷൻ അനുവദിക്കുന്നുള്ളൂ. അപ്പോൾ കൺട്രോൾഡ് പ്രൊഡക്ഷനുമാണ്, കൺട്രോൾഡ് കൺസംഷനുമാണ്. ദെൻ ഫിഫ്ത്ത് ഫീച്ചറായിട്ട് പറയുന്നത് സോഷ്യൽ സെക്യൂരിറ്റി ആണ്. അവിടെ സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സ് സ്റ്റേറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ അൺഎംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റ്, ഹെൽത്ത് ഇൻഷുറൻസ്, ഇതൊക്കെ നമ്മളുടെ സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സാണ്. ഇത് നമുക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? സ്റ്റേറ്റ് ഈ സോഷ്യൽ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സിക്സ്ത് ഫീച്ചറായിട്ട് പറയുന്നത് റിഡക്ഷൻ ഓഫ് ഇൻഈക്വാലിറ്റീസ്. അപ്പോൾ സോഷ്യലിസം എന്ന് പറയുന്നത് പാവപ്പെട്ടവരിനെയും പണക്കാരും തമ്മിലുള്ള ഒരു ഡിഫറൻസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാണ്.
അപ്പോൾ അവിടെ ഒരിക്കലും ഒരു ക്ലാസ്സിൻ്റെ ഹൈ ക്ലാസ് ലോവർ ക്ലാസ് അങ്ങനെയുള്ള ഒരു ക്ലാസിഫിക്കേഷനൊന്നും ഒരിക്കലും സോഷ്യലിസത്തിൽ ഉണ്ടായിരിക്കില്ല. അവിടെ ക്ലാസ് സ്ട്രഗിളേ ഉണ്ടായിരിക്കില്ല. എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി ആണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ മെയിൻ ഫീച്ചേഴ്സ്. 6 മെയിൻ ഫീച്ചേഴ്സാണ് പറഞ്ഞത്. ഫസ്റ്റ് വൺ സ്റ്റേറ്റ് ഓണർഷിപ്പാണ്. അതായത് എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും ഓൺ ചെയ്യുന്നത് സ്റ്റേറ്റ് തന്നെയാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ലാൻഡും അതുപോലെ തന്നെ ഫാക്ടറീസൊക്കെ അവർ പർച്ചേസ് ചെയ്യും. അവിടെ പ്രൈവറ്റ് സെക്ടറിന് യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല. സെക്കൻഡ് വൺ പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ബൈ ദ സ്റ്റേറ്റ്. എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും ഒക്കെ അവരുടെ ഫാക്ടറീസിലും ഫാംസിലും വെച്ചിട്ടാണ്. അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നതും അവർ തന്നെയാണ്. ദെൻ സെൻട്രൽ പ്ലാനിങ് ആൻഡ് കൺട്രോൾ. അവിടെ നമ്മൾ പറഞ്ഞത് സോഷ്യലിസത്തിൽ ഒരു പ്ലാനിങ് അതോറിറ്റി ഉണ്ട്. ആ അതോറിറ്റിയാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം, ആർക്ക് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളതൊക്കെ ഡിസൈഡ് ചെയ്യുന്നത്. ഈ പ്ലാനിങ് അതോറിറ്റി നമ്മുടെ ഇക്കോണമിയിലെ റിസോഴ്സസിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളതിനെ പറ്റി ഒരു നാഷണൽ പ്ലാൻ പ്രിപ്പയർ ചെയ്യും. അതിനനുസരിച്ചിട്ടാണ് പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും ഒക്കെ നടക്കുന്നത്. കൺട്രോൾഡ് പ്രൊഡക്ഷൻ ആൻഡ് കൺസംഷൻ ആണ്. അപ്പോൾ എസെൻഷ്യൽ കമോഡിറ്റീസിൻ്റെ പ്രൊഡക്ഷനാണ് ആദ്യം ചെയ്യുന്നത്. ഈ പ്രൊഡക്ഷൻ ചെയ്യുന്നത് പോലും പ്രോഫിറ്റിന് വേണ്ടിയിട്ടല്ല, സൊസൈറ്റിയുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ്. സപ്പോസ് എന്തെങ്കിലും ഒരു പ്രോഫിറ്റ് അവിടെ ഉണ്ടായാൽ തന്നെ അത് സ്റ്റേറ്റിനാണ് പോകുന്നത്. ഒരിക്കലും ഒരു മാസ് കൺസംഷൻ അലൗ ചെയ്യില്ല. ഓരോരുത്തർക്കും അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് മാത്രമേ കൺസ്യൂം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ദെൻ സോഷ്യൽ സെക്യൂരിറ്റി. സോഷ്യൽ സെക്യൂരിറ്റി അതായത് സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സ്, അൺഎംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റ്, ഹെൽത്ത് ഇൻഷുറൻസ്, ഇതൊക്കെ സ്റ്റേറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റിഡക്ഷൻ ഓഫ് ഇൻഈക്വാലിറ്റീസ് ആണ്. അതിൽ നമ്മൾ പറഞ്ഞു സോഷ്യലിസം എന്ന് പറയുന്നത് പണക്കാരനും പാവപ്പെട്ടവനും തമ്മിലുള്ള ഡിഫറൻസ് ഇല്ലാതാക്കാൻ വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള, ക്യാപിറ്റലിസത്തിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമാണ്. സോ അവിടെ ഒരു തരത്തിലുള്ള ക്ലാസ് വൈസ് ഡിസ്ക്രിമിനേഷനും ഉണ്ടാവില്ല. ഹയർ ക്ലാസ് ലോവർ ക്ലാസ് അങ്ങനെയുള്ള ഡിസ്ക്രിമിനേഷൻ ഒരിക്കലും ഉണ്ടാവില്ല. ക്ലാസ് സ്ട്രഗിൾസ് ഒന്നും ഉണ്ടായിരിക്കില്ല. ഈക്വൽ ഓപ്പർച്യൂണിറ്റി ആണ് എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ നമുക്ക് അതിൻ്റെ ജസ്റ്റ് എന്തൊക്കെയാണ് സോഷ്യലിസത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഫീച്ചേഴ്സ് എന്നുള്ളത് പറഞ്ഞു പോവാം. നോ പ്രൈവറ്റ് പ്രോപ്പർട്ടി. ഓൾറെഡി പറഞ്ഞതാണ്. അവിടെ എല്ലാം സ്റ്റേറ്റ് ആണ് ഓൺ ചെയ്യുന്നത്. ഒരിക്കലും ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിക്ക് ഇമ്പോർട്ടൻസ് ഇല്ല. ദെൻ പ്രോപ്പർട്ടിയും അതുപോലെ തന്നെ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ഇതൊക്കെ ഓൺ ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും സ്റ്റേറ്റ് ആണ്. ഇതെല്ലാം സ്റ്റേറ്റിൻ്റെ ഓണർഷിപ്പിലുള്ളതാണ്. പിന്നെ പറയുന്നത് ക്ലാസ്ലെസ് സൊസൈറ്റി ആണെന്ന്. അവിടെ പാവപ്പെട്ടവനും പണക്കാരനും തമ്മിലുള്ള യാതൊരു ഡിസ്ക്രിമിനേഷനും ഇല്ല. സോ അതുകൊണ്ടാണ് ക്ലാസ്ലെസ് സൊസൈറ്റി എന്ന് പറയുന്നത്. പിന്നെ ലേബേഴ്സിനാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അവരാണ് സുപ്രീം. ലേബേഴ്സ് ആർ സുപ്രീം. ദെൻ ഈച്ച് ഇൻഡിവിജ്വൽ ഹാസ് ടു വർക്ക് ടു ദ ബെസ്റ്റ് ഓഫ് ഹിസ് എബിലിറ്റി. ഓരോ ഇൻഡിവിജ്വൽസും അവരുടെ എബിലിറ്റിക്ക് അനുസരിച്ചിട്ട് മാക്സിമം വർക്ക് ചെയ്യണം. Then assurance by the state that it would fulfill the needs of individuals. സ്റ്റേറ്റ് ഒരു ഉറപ്പ് കൊടുക്കുന്നുണ്ട് അവരുടെ എല്ലാ സിറ്റിസൺസിനും. അതായത് ഓരോരുത്തരുടെയും നീഡ്സിനെ അവർ സാറ്റിസ്ഫൈ ചെയ്തു കൊള്ളാം എന്ന് പറയുന്ന ഒരു അഷുറൻസ് സ്റ്റേറ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ അവിടെ ഫുൾ എംപ്ലോയ്മെൻ്റ് ആയിരിക്കും. ദെൻ ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ടു റൈസ് ഇൻ ലൈഫ്. ജീവിതത്തിലെ എല്ലാവർക്കും ഉയർന്നു വരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും ഒരുപോലെയാണ് കിട്ടുന്നത്. സോഷ്യൽ വെൽഫെയർ മോട്ടീവാണ്. നമ്മൾ പറഞ്ഞു പ്രോഫിറ്റ് അല്ല അവരുടെ മോട്ടീവ്, സൊസൈറ്റിയുടെ ബെനിഫിറ്റിന് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്. സോ സോഷ്യൽ വെൽഫെയർ മോട്ടീവാണ്. പിന്നെ ഇക്കണോമിക് പ്ലാനിങ്. നമ്മൾ പറഞ്ഞു ഒരു നാഷണൽ പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഒരു ഇക്കോണമിയുടെ റിസോഴ്സസിനെ യൂട്ടിലൈസ് ചെയ്യേണ്ടത്, ആർക്ക് വേണ്ടി എങ്ങനെ എപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യണം, ഇതിനനുസരിച്ചിട്ടാണ് എല്ലാ പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും ഒക്കെ നടക്കുന്നത്. സോ പ്രൈവറ്റ് പ്രോപ്പർട്ടിക്ക് ഇമ്പോർട്ടൻസ് ഇല്ല. എല്ലാ പ്രോപ്പർട്ടി മീൻസ് ഓഫ് പ്രൊഡക്ഷനും സ്റ്റേറ്റ് ആണ് ഓൺ ചെയ്യുന്നത്. ക്ലാസ്ലെസ് സൊസൈറ്റി ആണ്. ലേബേഴ്സാണ് സുപ്രീം. ഓരോരുത്തരും അവരവരുടെ എബിലിറ്റിക്ക് അനുസരിച്ചിട്ട് വർക്ക് ചെയ്യണം. സ്റ്റേറ്റ് അഷുറൻസ് കൊടുക്കുന്നുണ്ട് ഓരോ ഇൻഡിവിജ്വൽസിൻ്റെയും നീഡ്സിനെ മീറ്റ് ചെയ്തോളാം എന്നുള്ളത്. ഫുൾ എംപ്ലോയ്മെൻ്റ് ആണ്. ജീവിതത്തിൽ ഉയർന്നു വരാനുള്ള ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും ഈക്വൽ ആണ്. സോഷ്യൽ വെൽഫെയർ മോട്ടീവ്സ് ഉണ്ട്. ദെൻ ലാസ്റ്റ് വൺ ഇക്കണോമിക് പ്ലാൻ. അപ്പോൾ ഇത്രയാണ് നമുക്ക് സോഷ്യലിസത്തിനെ പറ്റി ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പറഞ്ഞ 2 ടോപ്പിക്കും കോപ്പറേറ്റീവ് കോമൺവെൽത്തും സോഷ്യലിസവും. അതിൽ സോഷ്യലിസത്തിൻ്റെ നോട്ട്സ് നമുക്ക് ഫീച്ചേഴ്സ് ജസ്റ്റ് പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടേ ഉള്ളൂ ടെക്സ്റ്റിൽ.
അത് ഞാൻ വാട്സാപ്പ് ത്രൂ സെൻഡ് ചെയ്ത് തരാം. സോ ഈ 2 പോർഷൻസും നന്നായി ശ്രദ്ധിച്ച് വായിച്ച് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.